ആക്ച്വലി ട്രിവാൻഡ്രം ലോഡ്ജിൽ എന്റെ പേര് സജസ്റ്റ് ചെയ്തത് മൃദുൽ നായരാണ്, നമ്മുടെ ബിടെക്കിന്റെ ഡയറക്ടർ. മൃദുലിന്റെ ഫസ്റ്റ് പടം കർമ്മയോഗിയാണ് VKP-യുടെ. മൃദുല് KU മോഹനൻ സാറിന്റെ അനന്തരവനാണ്. അപ്പം പുള്ളി പറഞ്ഞിട്ടാണ് മിഥുൻ VKP-യുടെ ടീം ജോയിൻ ചെയ്യുന്നത്. മൃദുല് പരിചയപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ ആക്ടർ ഞാനാണ്. അത് മൃദുൽ അന്നേ പറഞ്ഞിരുന്നു. അന്ന് മൃദുൽ ഒരു പയ്യൻ 23-24 വയസ്സേ ഉള്ളൂ, ബേബിയുടെ ഒക്കെ പ്രായമുള്ളൂ. ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഹലോ സർ എന്ന് പറഞ്ഞിട്ട് എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി വന്നത് എപ്പോഴും ഞാൻ ഓർക്കുന്നു. കാഞ്ഞങ്ങാട് ഞാൻ വണ്ടിയിലെത്തിയപ്പം ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ ലിഫ്റ്റ് കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് സാറ് വേണ്ട, ഒന്നിലെ സൈജു എന്ന് വിളിക്കുക അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിക്കുക. ഓക്കെ സാർ വന്നിട്ടല്ലേ ഉള്ളു. അപ്പൊ ഭയങ്കര ആക്ടറിനെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് അവന്. അവൻ അന്നേ പറയും ഞാൻ പടം ഡയറക്ട് ചെയ്താൽ അതിൻ്റെ അത് സഹിച്ചോട്ടം കാണും. അങ്ങനെ ബിടെക് ആയിരുന്നു അവന്റെ ഫസ്റ്റ് പടം. സോ ഈ കാസ്റ്റഡ് മീ. അല്ല, ബിടെക് പിന്നത്തെ കാര്യമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മൃദുലാണ് എന്റെ പേര് റിമൈൻഡ് ചെയ്തത്. VKP ഇങ്ങനെ സൈജു ചേട്ടനെ ഇവിടെ പ്ലേസ് ചെയ്താലൊന്ന്. അപ്പൊ അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം പലരും സീസൺഡ് കൊമേഡിയൻസിന്റെ പേരാ പറഞ്ഞത് അവിടെ. പക്ഷെ സീസൺ കൊമേഡിയൻ ചെയ്താൽ ഷിബു വെള്ളൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരുടെ ഒരു വേറെ ക്യാരക്ടറായി മാറും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനൊരു പുതുമ വേണം. ഇപ്പം ബേബി ജീൻ നമ്മുടെ ഈ പടത്തില് സുഭാഷായിട്ട് അഭിനയിക്കുമ്പം ഉള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതാണ് അന്ന് എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജിൽ കിട്ടിയത്. ആൾക്കാർ ആരും എന്നെ ഇതുവരെയായിട്ട് അതിൽ ഒരു വേഷത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അച്ഛനോട് പറയാം, എന്റെ അച്ഛനോട് പറയായിരുന്നു, എടാ നീ കുറച്ച് ഈ നാടൻ വേഷമൊക്കെ പിടിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞാൽ കിട്ടണ്ടേ. ഞാൻ എപ്പോഴും മറ്റേ ഇന്നൊക്കെ ചെയ്ത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, അതായത് ഞാൻ എയർടെൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു ഡ്രസ്സിങ്, അത് തന്നെയാണ് ഞാൻ സിനിമയിലും ചെയ്തോണ്ടിരുന്ന കഥാപാത്രങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ മറ്റേ കാവ്യമുണ്ടും ജുബയൊക്കെ എടുത്ത് ആകെ ഷാബി ആയിട്ട്. അപ്പൊ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ കറക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല.